അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് നമ്മൾ തജ്വീദ് സഹിതം പാരായണം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 37 ആയത്ത് വരെ പഠിച്ചു. അൽഹംദുലില്ലാ 38ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലകിന്നഹു അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദ. ഓക്കെ, തജ്വീദ് ഒന്ന് നോക്കാം കേട്ടോ. ലകിന്ന, ഇവിടെ ലാമിനെ രണ്ടനക്കം നീട്ടിക്കൊടുക്കണം കേട്ടോ. പിന്നെ ശ്രദ്ധ വന്നിട്ടുണ്ട്. ശ്രദ്ധ തുടക്കത്തിലായതുകൊണ്ട് മണിക്കേണ്ട ആവശ്യമില്ല. മറ്റു പദങ്ങളുടെ കൂടെ ജോയിൻ ആയി വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധ കൊടുത്തോതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ തുടക്കത്തിലായത് കാരണം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ലകിന്ന, ഇവിടെ നോക്കൂ. ലകിന്ന നൂനിന് ശ്രദ്ധയുണ്ട്, അവിടെ നന്നായിട്ട് മണിച്ചു കൊടുക്കണം. നൂനിൻ്റെ കൂടെ അലിഫും സുക്കൂനും വന്നിട്ടുണ്ട് അല്ലേ. സിഫ്ർ മുസ്തീൽ എന്നാണ് അതിന് പറയുക. അതിന് പ്രത്യേകിച്ച് ഒരു ശബ്ദവും ഇല്ല. അപ്പം നമുക്ക് അത് അവിടെ അതിന് ശബ്ദം കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ഓതുക? ലകിന്ന, സാധാരണ പോലെ ഓതുക. ഓക്കെ, ലകിന്ന ഹുവല്ലാഹു ഹുവല്ലാഹു റബ്ബി. റബ്ബി, റബ്ബി എന്ന് ഓതരുത്, റോ ആണ് കേട്ടോ. റോ, റബ്ബി. ബിന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക. യാ മദ്ദും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്ത് ചെയ്യുക? രണ്ടനക്കം നീട്ടുകയും ചെയ്യാം. റബ്ബി വലാ ഉശ്രികു. വലാ ഉ, ഒരു പദത്തിൽ മദ്ദു വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു അല്ലേ. ഇവിടെ ഏതാ നിയമം? മദ് മുൻഫസിൽ, രണ്ടനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കുക. ഓക്കെ, ഉശ്രികു. ഉഷ്, ഷീന് സുക്കൂനുണ്ട്, എന്ത് ചെയ്യാം? ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ഉഷ്, ഇത്രയും മതി. ഉശ്രികു ഉശ്രികു ബിറബ്ബി അഹദ. ബിറബ്ബി, ഇവിടെയും വന്നിട്ടുള്ള നിയമം ഏതാണ്? മദ് മുൻഫസിലാണ്. ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. 4 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഓക്കെ, ബിറബ്ബി അഹദ. അഹദ അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പം അലിഫിലാണ് വഖഫ് ചെയ്ത് നിർത്തുന്നത്, അലിഫ് മദ്ദിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? രണ്ടനക്കം നീട്ടി ഓതി നിർത്തണം കേട്ടോ. അഹ, ഹ ആണ്. അഹദ എന്ന് ഓതരുത്. അഹ, ഹ. ഹൻ്റെ ശബ്ദം കറക്റ്റ് വ്യക്തമായ ഒരു ഹൻ്റെ ശബ്ദത്തിൽ തന്നെ നമ്മൾ ഓതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അഹദ. ഓക്കെ, പലരും ഓതുമ്പോൾ അഹദ എന്നായി പോവും, ശ്രദ്ധിക്കണം കേട്ടോ. 39ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. ولولا إذ دخلت جنتك قلت ما شاء الله قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا. ഓക്കെ, തജ്വീദ് നിയമം നോക്കാം. വലൗല, വലൗ, വാവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ് അല്ലേ. വാവിൻ്റെ ഉച്ചാരണം ചുണ്ട് സർക്കിളാക്കി പിടിക്കുക, ചുണ്ടുവട്ടത്തിൽ പിടിക്കുക കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ. വലൗല ഇദ്, വലൗല ഇദ്. ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാ? മദ് മുൻഫസിൽ, 2 അനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതേണ്ട നിയമമാണ് അവിടെ അല്ലേ. മുൻഫസിൽ, മദ് മുൻഫസിൽ. ഓക്കെ, ഇദ്, ദാലിന് സുക്കൂന് വന്നിട്ടുണ്ട്, ഹഫ് സുക്കൂന് കൊടുക്കുക. ഇദ് എന്ന് ഓതരുത്. ഇദ് ഇദ് ദഖൽത. ദഖ, ഓക്കെ, ഖ തൊണ്ടയുടെ അക്ഷരാണ്. ദഖൽത, ഖഇനെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാം? ഖ ആ ഒരു തരിപ്പോട് കൂടി തന്നെ നമ്മൾ ഖഇനെ ഉച്ചരിക്കുക കേട്ടോ. ദഖൽത. ദഖൽ, ലാമിന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. ദഖൽത ജന്നതക. ജന്ന, നൂനിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട് അല്ലേ, നന്നായിട്ട് മണിക്കണം. ജന്നതക. കാഫിന് ചെരിവ് വേണം കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോതുക. ജന്നതക. قلت ما شاء
കുൽത്ത ഖാഫ് ഖാഫ് കുൽത്തായി പോവരുത് കേട്ടോ ഓതുമ്പം കുൽത്ത അല്ല കുൽത്ത കുൽത്ത ഖ ഖ നാവിൻ്റെ മുരട് ഭാഗത്തുനിന്ന് വരണം ഓക്കെ കുൽത്ത മാ ശാഅ ഇവിടെ ഏതാ നിയമം ഒറ്റ പദത്തിൽ തന്നെ മദ്ദിന് ശേഷം മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു മദ് മുത്തസിൽ മദ് മുത്തസിലിന്റെ അളവ് എത്രയാണ് 4 5 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കണം കേട്ടോ ലാന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് രണ്ടനക്ക് നീട്ടി ഓതി കൊടുക്കണേ ലാ ഖുവ്വത വാന്റെ മുകളിൽ ശ്രദ്ധയുണ്ട് വാവിനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കണേ ഖുവ്വത ഇല്ലാ ബില്ലാഹ് ഇല്ല ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട് കൂടെ തന്നെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടനക്ക നീട്ടുക ശ്രദ്ധയും കൊടുക്കുക ഇല്ല ബില്ലാഹ് ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട് നിർത്താം കൂട്ടിച്ചേർത്ത് ഓതിപ്പോവണമെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവുകയും ചെയ്യാം ഓക്കെ കൂട്ടിച്ചേർത്ത് ഓതുമ്പോൾ എങ്ങനെ ഓതും ബില്ലാഹി ഇൻ തറനി ഇങ്ങനെ ഓതിപ്പോവും കേട്ടോ ഓക്കെ നൂൻ്റെ മുകളിൽ സുക്കൂനില്ല അല്ലേ അവിടെ എന്ത് ചെയ്യണം ഇഖ്ഫാ ചെയ്യണം ഓക്കെ ഇഖ്ഫാ ചെയ്യുമ്പോൾ മറച്ചു മണിച്ചു ഓതുക കേട്ടോ തറനി അന അഖല്ല അന ഇവിടെ നോക്കൂ ഇവിടെയും നൂനിൻ്റെ കൂടെ സിഫ്രു മുസ്തീൽ അലിഫിൻ്റെ മുകളിൽ സുക്കൂൻ അല്ലേ ഇത് വന്നിട്ടുണ്ട് ഇതിനെ നമ്മൾ ഒരു ഉച്ചാരണവും ഇല്ല ആയത്തിൻ്റെ നടുക്ക് വരുമ്പോൾ അപ്പം നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ അന എന്ന് സാധാരണ പറയുന്നത് പോലെ തന്നെ ഓതുന്നത് പോലെ തന്നെ ഓതുക ഓക്കെ അന അഖല്ല അഖല്ല ലാമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട് ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ അഖല്ല മിൻക മിൻക നൂന് അവിടെ ഇഖ്ഫാ ചെയ്യണം മറച്ചു മണിച്ചു ഓതണം കേട്ടോ മിൻക മാലം മാലം ഇവിടെ തൻവീന് ശേഷം വാവു വന്നാൽ ഏതായിരുന്നു നിയമം മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുക അല്ലേ ഇത് ആംബ്യൊന്ന ചെയ്ത് ഓതണം ഓക്കെ മാലം വവലദ വവ വവ ഒക്കെ ചുണ്ട് സർക്കിളാക്കണം കേട്ടോ മലയാളത്തിൽ പറയുന്നത് പോലെ വ വ എന്ന് ഉച്ചരിക്കരുതേ വവലദ വവലദ രണ്ടനക്ക നീട്ടി ഓതി വഖഫ് ചെയ്യാം ഓക്കെ 40ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം ഫഅസ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക ഖൈറൻ മിൻ جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا ഓക്കെ തജ്വീദ് നിയമം നോക്കാം ഫഅസ ഫഅസ ഐനാണ് ഫഅ ഓക്കെ ഫഅസ സീനിനെ നീട്ടാനായിട്ട് അലിഫ് മദ് ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടനക്ക നീട്ടി കൊടുക്കണേ ഫഅസ റബ്ബി ഇവിടെ മദ് മുത്തസിലാണ് ഒരു പദത്തിൽ മദ് മറ്റൊരു പദത്തിൽ ഹംസ 4 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കാം ഓക്കെ ബഇന് ശ്രദ്ധയും വന്നിട്ടുണ്ട് ബഇനെ ഒന്ന് കനപ്പിച്ച് ഓതിയും കൂടെ വേണം കേട്ടോ റബ്ബി റബ്ബി അയ്യു അയ്യു നൂനിന് ശേഷം യ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുള്ള നിയമമാണല്ലേ എന്ത് ചെയ്യണം മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം ഇത് ആംബ്യൊന്ന ചെയ്ത് ഓതണം കേട്ടോ അയ്യു തീയനി ഓക്കെ അയ്യു യു വാവിൻ്റെ മുകളിൽ കണ്ട ഹംസ നമ്മൾ പഠിച്ചതാണ് അല്ലേ ഹംസ പല ലെറ്റേഴ്സിൻ്റെ മുകളിൽ വരും അപ്പം നമ്മൾ നോക്കേണ്ടത് ഹംസേനെ മാത്രമാണ് വാവിന് അവിടെ ശബ്ദമില്ല കേട്ടോ ഓക്കെ ഇവിടെ ഹംസക്ക് സുക്കൂനാണ് ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി യു യു ഓക്കെ യു തീയനി ഖൈറമ്മി തെൻവീന് ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം ഇത് ആംബ്യൊന്ന ചെയ്യാം ഇവിടെ ഇഖ്ഫ ആണ് അല്ലേ ഇവിടെ ഇഖ്ഫ ആണ്
അവിടെ മറച്ച് മണിച്ചോദനം. മിൻ എന്ന് ഓതാൻ കഴിയില്ല, സുക്കൂനില്ല നൂനിൻ്റെ മുകളിൽ. ഓക്കെ. ജന്ന, നൂനിനെ നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. ജന്നതിക ജന്നതിക വയുർസില അലൈഹ ജന്നതിക. ഇവിടെ കാഫിന് ചെരിവ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ജന്നതിക വയുർസില അലൈഹ അലൈഹ. ഹഇനെ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. അലിഫ് മദ് വന്നിട്ടുണ്ട്. ഹുസ്ബാനൻ മീന ഹുസ്ബാനൻ. ഹ ആണ്. ഹുസ്ബാനൻ എന്ന് ഓതരുത്. ഹ ആണ്. ഹു ഹു ഹുസ് ഹുസ്. സിന് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ഹുസ്ബാനൻ ഹുസ്ബാനൻ മീന ഹുസ്ബാനൻ മീന. തൻവീന് ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഇദ്ഗാം ബിഗുന്ന. മിനസ്സമാഇ. ഇവിടെ ഏതാ നിയമം? മദ് മുത്തസിൽ. അഞ്ചനക്കം വരെ നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഫതുസ്ബിഹ ഫതുസ്ബിഹ. സ്വാദിന് സുക്കൂന്. തുസ് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. സ്വാദ് കൽക്കലയുടെ ലെറ്റർ അല്ല. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഫതുസ്ബിഹ. ഹ ആണ്. കറക്റ്റ് ഹന്റെ സൗണ്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഫതുസ്ബിഹ സഈദൻ സലഖ. ഐനിന്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട്. രണ്ടനക്ക് നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. സ്വാദ് ഉയർത്തി പറയുന്ന ലെറ്റർ ആണ്. ഓക്കെ. ഇവിടെ ദൻ എന്ന് ഓതില്ല. എങ്ങനെ? ഇഖ്ഫാ ചെയ്യൂല. ഇഖ്ഫാ ചെയ്ത് ഓതണം. സഈദൻ സലഖ. ഓക്കെ. സലഖ. ഇവിടെ രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യണം കേട്ടോ. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.